മാസത്തിന് മുമ്പ് 2 കിഡ്നി ഫെയിലിയറാണ് ഞങ്ങൾ അറിയുന്നത്. ചേട്ടയുടെ ജീവൻ രക്ഷിക്കാനായിട്ട് ഇനി തുക വേണമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. എൻ്റെ കിഡ്നി കംപ്ലൈൻ്റ് ആണ്. ഇനി മുന്നോട്ട് ഞങ്ങളുടെ ചേട്ടൻ ഞങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങളുടെ എല്ലാവരും സഹായം ഞങ്ങളോടൊപ്പം വേണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. ഇനി മുന്നോട്ട് ജീവിക്കാൻ ഞങ്ങൾക്ക് സന്തോഷമായിട്ട് കഴിയാൻ ഞങ്ങളുടെ എല്ലാവരും ഞങ്ങളെ സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഞാനിപ്പോൾ നിൽക്കുന്നത് മണിമല ഗ്രാമപഞ്ചായത്തിൽ 8-ാം വാർഡിൽ നാട്ടുമാക്കൽ ബിനുമോൻ്റെ വീട്ടിലാണ്. എന്തുകൊണ്ടാണ് ഇവിടെ ആയിരിക്കുക? 32 വയസ്സുള്ള ബിനുമോൻ വൃക്കരോഗിയാണ്. 2 വയസ്സുള്ള ആദിൽ എന്നൊരു മകനുണ്ട്. സുനീഷ ഭാര്യ, ഒപ്പം അപ്പനും പ്രായമായ അപ്പനും അമ്മയും ഈ കുടുംബത്തുണ്ട്. മണിമല ഗ്രാമവാസികൾ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ബിനുമോന് വേണ്ടി ഇവിടെ ഒരു സമാഹരണം നടത്തുകയുണ്ടായി. പക്ഷേ ആ പണം തികയാതെ വന്നതുകൊണ്ടാണ് അവർ ചങ്ങനാശ്ശേരി പ്രത്യാശയെ സമീപിക്കുകയും അങ്ങനെയാണ് ഞങ്ങളിപ്പോൾ ഇവിടെ വരിക. ഈ അവസരത്തിൽ ഈ വീട്ടിൽ വരുമ്പോൾ കാണുന്ന ഒരു കാഴ്ച വളരെ ദയനീയമായ ഒരവസ്ഥയാണ്. ഒരു പാവപ്പെട്ട കുടുംബം വളരെയധികം ബുദ്ധിമുട്ടുന്നു. ഒരു പഴയ വീട്, ആ വീട്ടിൽ ഇത്രയും അംഗങ്ങൾ താമസിക്കുകയാണ്. അതായത് ഇവരുടെ എല്ലാം ആശാകേന്ദ്രമായി നിൽക്കുന്നത് ഈ ബിനുമോനാണ്. ഒരു ഓട്ടോറിക്ഷ തൊഴിലാളിയാണ്. അദ്ദേഹം ഓട്ടോ ഓടിച്ച് വീട്ടിൽ എന്തെങ്കിലും കൊണ്ടുവന്നാലേ ഈ കുടുംബം പട്ടിണിയില്ലാതെ കഴിയുകയുള്ളൂ. അതുകൊണ്ട് ഈ അവസരത്തിൽ വൃക്കരോഗിയായ ബിനുമോനെ നമുക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. ബിനുമോന് വേണ്ടി നാട്ടുകാർ കഠിനമായ പരിശ്രമം നടത്തി. ഇവിടെ ഇന്നൊരു മീറ്റിംഗ് അവരെല്ലാവരും സംഘടിച്ചിരുന്നു. എങ്ങനെ വീണ്ടും നമുക്ക് പണം സമാഹരിക്കാം. അപ്പോൾ ആ നാട്ടുകാരുടെ വളരെയധികം സ്നേഹം ഈ ബിനുമോൻ്റോടൊപ്പം ഉണ്ട്. കാരണം അത്രമാത്രം അവരോടൊപ്പമായിരിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ടാണ് ഇത്രമാത്രം നാട്ടുകാർ ഇവിടെ സംഘടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ അവസരത്തിൽ നമുക്കെല്ലാവർക്കും ഒത്തൊരുമിച്ച് ഈ ചെറുപ്പക്കാരനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പരിശ്രമിക്കാം. ഞാൻ ബിനുമോൻ്റെ ഭാര്യയാണ്. ഞാൻ കുഞ്ഞും മാതാപിതാക്കൾ അടങ്ങുന്ന ഒരു കുടുംബമാണ് ഞങ്ങളുടേത്. എൻ്റെ ചേട്ടൻ ഓട്ടോ തൊഴിലാളിയായിരുന്നു. ഓട്ടോ ഓടിച്ചുകൊണ്ട് നടക്കുകയായിരുന്നു. അപ്പോഴാണ് 7 മാസത്തിന് മുമ്പേ ഒരു കിഡ്നി 2 ഫെയിലിയറാണെന്ന് ഞങ്ങൾ അറിഞ്ഞത്. അതേ തുടർന്ന് ജോലിക്കൊന്നും പോകാനാവാതെ വീട്ടിലിരിക്കുകയായിരുന്നു. അന്ന് ഞങ്ങൾ അമ്മ ജോലിക്ക് പോകുന്ന ചെറിയൊരു ജോലിയിൽ കൂടെയാണ് ഞങ്ങൾ ഈ കുടുംബത്തിനുള്ളവരെല്ലാം വരുമാനം കണ്ടെത്തുന്നതും. തുടർന്ന് 7 മാസത്തിന് മുമ്പ് ഈ അസുഖം 2 കിഡ്നി ഫെയിലിയറാണെന്ന് ഞങ്ങൾ അറിയുന്നത്. ആ സമയത്ത് ഞങ്ങൾ അതേ തുടർന്ന് ഇപ്പോൾ വരെയും ഡയാലിസിസ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. അതേ തുടർന്ന് എൻ്റെ ചേട്ടയുടെ കൂട്ടുകാരും ഞങ്ങളുടെ നാട്ടുകാരും എല്ലാവരും ഞങ്ങളെ സഹായിച്ച് അവരുടെയൊക്കെ നല്ല മനസ്സുകൊണ്ട് ഇത്രയും കുറച്ച് തുകയെങ്കിലും ഞങ്ങൾക്ക് കണ്ടെത്താനായുള്ളൂ. ഞങ്ങൾക്ക് ഇനി എൻ്റെ ചേട്ടയുടെ ജീവൻ രക്ഷിക്കാനായിട്ട് ഇനി തുക വേണമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. അത് ഞങ്ങൾക്ക് സഹായിച്ചു തരണമെന്ന് ഞങ്ങളെല്ലാവരോടും അപേക്ഷിക്കുന്നു. ഇനി മുന്നോട്ട് ഞങ്ങളുടെ ചേട്ടൻ ഞങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങളുടെ എല്ലാവരും സഹായം ഞങ്ങളോടൊപ്പം വേണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. ഞങ്ങളെ എല്ലാവരും സഹായിക്കണമെന്ന് ഞങ്ങൾ പറയും. ഒരു 2 വയസ്സായുള്ളൊരു കുഞ്ഞും എനിക്കുള്ളത്. എനിക്ക് അവനെ ഇട്ടിട്ട് ഒരു ജോലിക്ക് പോകാനൊന്നും സാധ്യമല്ല. എൻ്റെ ചേട്ടനെ നോക്കുകയും ചെയ്യണം. ഞങ്ങളെ എല്ലാവരും സഹായിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. ഞങ്ങൾക്ക് വേണ്ടി എല്ലാവരും ഞങ്ങൾക്ക് പ്രാർത്ഥിക്കുകയും സഹായിക്കുകയും ചെയ്യണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ഞങ്ങൾക്ക് ഞങ്ങളുടെ ചേട്ടനെ തിരിച്ചു തരണമെന്ന് ഞങ്ങളത് ആത്മീയമായി അപേക്ഷിക്കുകയാണ്.
വേറെ ആരുമില്ല. ഞങ്ങളെ സഹായിക്കണം. ഞങ്ങൾക്കാണ് ഞങ്ങളുടെ പഞ്ചായത്തിൽ ഞങ്ങളുടെ പ്രസിഡൻറ്റും ഞങ്ങൾക്ക് നാട്ടുകാരും ഞങ്ങളെ അതുപോലെ സ്നേഹിച്ചാൽ ഞങ്ങൾ ഇത്രയും ദിവസങ്ങൾ വരെ ഞങ്ങളുടെ നാട്ടുകാരും എല്ലാവരും സഹായിച്ചാണ് ഞങ്ങൾ ഇതുവരെ മുന്നോട്ട് ജീവിച്ചത്. ഇനി മുന്നോട്ട് ജീവിക്കാൻ ഞങ്ങൾക്ക് സന്തോഷമായിട്ട് കഴിയും. ഞങ്ങളുടെ എല്ലാവരും ഞങ്ങളെ സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്നു. എല്ലാവരുടെയും പ്രാർത്ഥനയും ഞങ്ങളുടെ കൂടെ തന്നെ